ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അതാ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ ഞാനിവിടെ ഇന്ന് 1 കിലോ നമ്മുടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തോളുക, കൈ കൊണ്ട് തന്നെ കേട്ടോ. ഇനി അന്നേരത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നോട്ടെ. ഇനി നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയൊന്നും ഇട്ട് കൊടുക്കാം. ഇഞ്ചി തീർത്ത് കുനുകുനാന്നരിഞ്ഞതല്ല കേട്ടോ, എന്നാൽ ഒത്തിരി വലിയതുമല്ല. അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ആണെങ്കിലും നീളത്തിൽ നടുകനെ ഒന്ന് കീറിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തോളുക. എന്നിട്ട് ഒരു 10-12 കൊച്ചുള്ളി ഉണ്ടല്ലോ, അതെടുത്ത് ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപോലെ തീർത്ത് കുനുകുനാന്നൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട് പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളുക. ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേറൊന്നിനുമല്ല, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പോൾ സ്വല്പ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു നിറമായപ്പോഴത്തേക്കും നമ്മളതിനെ എല്ലാം കൂടെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ടുകളെല്ലാം കൂടെ തയ്യാറാക്കേണ്ടതുണ്ട് കേട്ടോ. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളുണ്ടാവാം. എരിവ് ഒത്തിരി നല്ല രീതിയിൽ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ അളവ് പാകമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നല്ല മുളക് പൊടി ഒന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് കാശ്മീരി പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിറം മാറി വരുന്നത് കണ്ടോ. ആ സമയത്ത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, മുളക് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പുളിയില്ല, എന്നാലും അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണേ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ആ നമ്മുടെ മസാലക്കൂട്ടുകളും എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു 1.5 മിനിറ്റിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കണം, ലോ ഫ്ലെയിമിൽ കേട്ടോ. കരിഞ്ഞു പോകുമൊന്നുമില്ല. അതുതന്നെയല്ല, നമ്മൾ ഒത്തിരി നേരം വെക്കുന്നുമില്ലല്ലോ, ജസ്റ്റ് അതിൻ്റെ മസാലയൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഉണ്ടല്ലോ, അതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒത്തിരി വെള്ളം പോലെ എടുക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം കുറുകന രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടിയേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒത്തിരി ഇല്ല, എന്നാൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കറി ഒരുപാടങ്ങ് ചാറ് പോലെ നമുക്ക് കിടക്കേണ്ട കാര്യമില്ല. ഈ ഒരു പരുവത്തിനായിരിക്കും നല്ല രീതിയിലായി കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ്, ഇത്തിരി എന്നല്ല, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ സൈഡിൽ കൂടെയൊക്കെ വറ്റിയിരിക്കുന്നുണ്ടാവുമല്ലോ, അതെല്ലാം കൂടെ ഇതിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുത്തോളുക. ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇളക്കി ഈ ഒരു പരുവത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ആദ്യം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ മതിയാവും. എന്നാൽ പിന്നെ ഇതിൻ്റെ മസാല കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അടിപൊളിയാന്ന്. എന്നാൽ പിന്നെ ഇത് വെന്ത് വരുമ്പം പറയേണ്ട പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം തിളയ്ക്കാനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആ തവിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് എടുത്ത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ
കുറച്ച് തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്ത്, അത് മഷി പോലെ അല്ല വെണ്ണ പോലെ എന്നൊക്കെ പറയും, ആ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തേങ്ങയുടെ അളവെന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമാണ്, കൂടുതലോ കുറവോ ഒക്കെ ആവാം. കറിക്ക് തേങ്ങ കൂടുതൽ ചേർക്കുന്നത് കറിയുടെ സ്വാദ് കൂട്ടാനും സഹായകമാകുമല്ലോ, അതുകൊണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ കൂട്ടി അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്നെങ്കിൽ തവി കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ മുമ്പ് ചെയ്ത പോലെ ഒന്ന് ചുറ്റിച്ചെടുത്തോളുക കേട്ടോ. ഇനി തേങ്ങ അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ആദ്യം തവി കൊണ്ട് ചെയ്തെങ്കിലും രണ്ടാമത് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴും നമ്മളിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും, ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ 1/2 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പിന്നെ മല്ലിപ്പൊടിയുടെ കൂട്ടത്തിൽ പെരുംജീരകം കൂടെ കൂട്ടി പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ആക്കി കുറച്ചത് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പം ഒന്ന് തുറന്നിട്ടുണ്ട്, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കടുക് പൊട്ടിച്ചും കൂടെ കൊടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ വറ്റൽമുളകും കൊച്ചുള്ളിയും കടുകൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ അകത്തോട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണേലും ആവും, കുഴപ്പമില്ല. എനിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കറി? അടിപൊളി ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാനൊരു 10-20-25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചട്ടിയായിട്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ വിളമ്പി കാണിച്ചത്. അപ്പോൾ എങ്ങനെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറി ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.